വെടിവെച്ച് കൊല്ലണം എന്ന് അതിനിടയിൽ ആരോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നാട്ടുകാരിൽ ആരോ വിളിച്ചു പറഞ്ഞു. അതോടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. കുറേ ആളുകൾ അതിൻ്റെ ഇടയിലേക്ക് വന്നു. പോലീസ് അവരെ നിയന്ത്രിക്കുകയാണ്. മന്ത്രി അദ്ദേഹത്തിൻ്റെ വിശദീകരണം പൂർത്തിയാക്കാതെ അവിടെ നിന്ന് മടങ്ങി. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം, രോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മന്ത്രിക്കെതിരെയും ഒക്കെ പ്രതിഷേധമുണ്ട്. അവിടെ ഈ വന്യജീവി സംഘർഷം അവിടെ സ്ഥിരമായി സംഭവിക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോത്തും കാട്ടുപന്നിയും ഒക്കെ അവിടെ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും അതിനെതിരെ പരാതിപ്പെട്ടതാണ്. പക്ഷേ വനം വകുപ്പ് നടപടിയെടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടെയാണ് അതിദാരുണമായ ഒരു സംഭവം അവിടെ ഉണ്ടായത്. ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. കടുവയുടെ ആക്രമണത്തിൽ വലിയ പ്രതിഷേധം, രോഷമൊക്കെ ഉണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ പ്രതിഷേധിക്കുകയാണ്. മന്ത്രി OR കേളുവിനെ അവിടെ തടഞ്ഞു. അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോഴും നാട്ടുകാർ തമ്മിൽ എന്താണ് ഒരു ചേരിതിരിഞ്ഞ സംഘർഷത്തിലേക്ക്, വാക്കുതർക്കത്തിലേക്ക് പോകുന്നുണ്ട്. അത് മന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ ചൊല്ലിയാണ് ആ തർക്കമെന്ന് തോന്നുന്നു. ബഹളം, അവിടുത്തെ പ്രതിഷേധം തുടരുകയാണ്. മന്ത്രിക്ക് മറുപടി പറയാൻ അവസരം കൊടുക്കാത്തതിൽ ഒരു ഭാഗത്തിന് എതിർപ്പുണ്ട്. അവിടെ മന്ത്രിയെ തടയാൻ ശ്രമിച്ചതാണ് എന്ന മട്ടിൽ അത്തരമൊരു പ്രതിഷേധവും അതിനിടയിൽ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, മന്ത്രി OR കേളുവിന് അത് സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ തടഞ്ഞു. മിനിസ്റ്ററെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. അഭിജിത്ത്, മൃതദേഹം ഇപ്പോഴും ആ എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ തന്നെയാണോ? അത് ആശുപത്രിയിലേക്കൊന്നും മാറ്റാൻ ഇപ്പോഴും അനുവദിച്ചിട്ടില്ലെന്നാണോ കരുതാൻ? വിജയകുമാർ, രാധയുടെ മൃതദേഹം നിലവിൽ ഇപ്പോൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇത് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം തങ്ങൾക്ക് ഈ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഉറപ്പ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ അടക്കമുള്ള ഭാഗത്ത് നിന്ന് ലഭിക്കാതെ തങ്ങൾ ഇവിടെ നിന്ന് മാറില്ല, തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് നിലവിൽ നാട്ടുകാർ വ്യക്തമാക്കുന്നത്, പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. നേരത്തെ മന്ത്രി OR കേളു ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴും നാട്ടുകാർ വലിയൊരു പ്രതിഷേധമുയർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി കഴിഞ്ഞത്. ഈ കടുവയെ വെടിവെച്ചിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ്, ഏറെ വൈകാരികമായ ആവശ്യങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് ഉയർന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില പരിമിതികളൊക്കെ മന്ത്രി ഈ പ്രദേശവാസികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും തങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാതെ തങ്ങൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് പറയുന്നത്. എന്താണ് പ്രതിഷേധത്തിന്റെ കാരണം? അതായത് രാവിലെ വീട്ടിൽ നിന്ന് പണിക്കിറങ്ങിയ ഒരു സ്ത്രീയെ, അതായത് എൻ്റെ എളാമയാണ്, എൻ്റെ പാപ്പൻ്റെ കെട്ടിയ ഭാര്യയാണ്. ആ പണിക്കിറങ്ങിയ സമയത്ത് ഇങ്ങനെ കുറച്ച് ഒരു ഫോറസ്റ്റ് സൈഡിൽ കൂടെ പോകണം. അവിടെ നിന്ന് സംഭവിച്ചാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ഫോറസ്റ്റുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് ഏതെന്ന് അറിയാൻ ഞങ്ങൾക്ക് കാര്യമുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം, വന്യമൃഗങ്ങളെ ഈ വിഷയത്തിൽ ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് പരാതിപ്പെടുന്നതാണ്. ആ വിഷയത്തിൽ ശാശ്വതമായിട്ടൊരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാകണം. ഇതിന് മുമ്പുള്ള പരിഹാരം നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ വനം വകുപ്പ്